എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്ന മലയാളികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു തമ്പുരാൻ എഴുന്നള്ളിയായാലും അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ അങ്ങേ തമ്പുരാൻ എന്ന് വിളിക്കുന്നതിൽ പോലും പലർക്കും പല പ്രശ്നങ്ങളാണ്. എൻ്റെ ആധാറില്, എൻ്റെ പാസ്പോർട്ടില്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസില് പേര് നോക്കാൻ ആദിത്യവർമ്മ. ചില ആൾക്കാർ പറഞ്ഞു മുൻ രാജകുടുംബം. അതെങ്ങനെ മുൻ രാജകുടുംബം? കുടുംബം ഇപ്പോഴും ഇല്ലേ? മുൻ രാജാവ് ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറയാം, പക്ഷെ രാജകുടുംബം ഇപ്പോഴും ഉണ്ട്. ഇവിടേക്ക് വരുമ്പോ എവിടൊക്കെയാണ് നിധി ഉള്ളതെന്ന് അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ഏറ്റവും വലിയ നിധി. അതെ, മുമ്പിൽ തന്നെ ഇരിക്കല്ലേ ഏറ്റവും വലിയ നിധി. ഇദ്ദേഹം ഇനി പൊളിറ്റിക്സിലേക്ക് വരുമായിരിക്കുമോ എന്നൊരു ചോദ്യങ്ങളുണ്ട്. ഇതുവരെ ഇല്ല. ഇല്ല. നാളത്തെ കാര്യം നാളെ. ഈ സോഷ്യൽ മീഡിയയിൽ മോശം പറഞ്ഞ കുറെ പേര് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസ് വന്നിരുന്നു, അവര് വന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ അതിനും ചില പ്രത്യേക വിഭാഗം തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട്, അതിന് ജാതിയും റിലിജിയൻ എന്തൊക്കെയോ പറഞ്ഞെഴുതിയിട്ടുണ്ട്. ഇതിന്റെ പുറവിൽ അതൊക്കെയാണ് അവർ. നെഗറ്റീവും പോസിറ്റീവും കേട്ടിട്ടുണ്ടാവും. അവർ ഓൾവേസ് ബി പോസിറ്റീവ്. അത് ആക്ച്വലി കൊള്ളാട്ടോ. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാര് ഈ കോയിൻസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ശരിക്കും ഈ നിലവറാന്ന് തന്നെ ഉള്ളത് തന്നെ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ഒരു വാതിലുണ്ടെങ്കിൽ അത് തുറക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് തുറന്നുകൂടാ എന്നുള്ള നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ അറിവിന് അക്സെപ്റ്റ് ചെയ്യുന്ന ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തെ പറയുന്നു അത് തുറക്കാൻ പാടില്ല. സ്വർണ്ണ തേങ്ങയുണ്ടെന്ന് ബി നിലവറയെന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും ഏ നിലവറയിലാണ് ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിൽ ഒന്ന് ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്ക് സിഗ്നൽ ജമ്പ് ചെയ്യാൻ ഒക്കില്ല, സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു സിഗ്നൽ പോസ്റ്റ് ഒടിഞ്ഞു വീണ്ട് 8 മാസമാണ്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. നമസ്കാരം, എല്ലാവർക്കും മൂവിബൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചരിത്രമുറങ്ങുന്ന പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരം, കവടിയാർ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്ന മലയാളികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു തമ്പുരാൻ അല്ലേ, ആദിത്യവർമ്മ തമ്പുരാൻ. സ്വാഗതം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഈ രാജകുടുംബത്തിലെ ആൾക്കാർ ഇത്രയും അപ്രോച്ചബിൾ ആയത് എനിക്ക് തോന്നുന്നു ഈ ഇടയായിട്ട് അങ്ങ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കാരണം അതിനു മുമ്പ് നമ്മൾ രാജകുടുംബം, രാജാക്കന്മാർ അല്ലെങ്കിൽ തമ്പുരാട്ടിമാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്രയും അപ്രോച്ചബിൾ ആണോ, വന്ന് സംസാരിക്കാൻ പറ്റുമോ, അവർ തിരിച്ച് നമ്മളോട് സംസാരിക്കുമോ, അങ്ങനെ ഒരു ചിന്തകളുണ്ടാവും. പക്ഷെ ഇപ്പോൾ ആദിത്യവർമ്മ തമ്പുരാൻ എവിടെയെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വന്ന് സംസാരിക്കാം എന്നൊരു അവരുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ഒരുപാട് സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ കൂടുതലും ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഫോട്ടോ എടുക്കുക, അത് പലർക്കും ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ പൊതുവെ ഇപ്പൊ എന്താണ് ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ഞാനിങ്ങനെ വായിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭരണമല്ല ഇപ്പോൾ ശരിക്കും നടക്കുന്നത്, ഇദ്ദേഹം ഇനി പൊളിറ്റിക്സിലേക്ക് വരുമായിരിക്കുമോ എന്നൊരു ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഇതുവരെ ഇല്ല. നാളത്തെ കാര്യം മനസ്സിലങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാവോ? അങ്ങനെ ഒരു ഭരണാധികാരി ഇപ്പോഴങ്ങനെ ചിന്തിച്ചിട്ടില്ല. നോക്കട്ടെ, അതാ പറഞ്ഞ ഇതുവരെ ഇല്ല. ഈ സിനിമാ താരങ്ങൾക്ക് നമ്മൾ ഫാൻസ് പേജുകൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഫാൻസ് പേജ് വരെ കുറവാണ്. ആ സമയത്ത് സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്ന ഒരു ഫാൻ പേജ് ഉള്ള ഒരു ഒന്നല്ല ഒരുപാട് ഫാൻ പേജ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്റെ അറിവിൽ ഒരുപാടുണ്ടോ? ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ ഒരു 4 എണ്ണം കണ്ടു. ഒരെണ്ണമാണ് മെയിൻ ആയിട്ട് കത്തി നിൽക്കുന്നത്. ഒരെണ്ണത്തിൽ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് തുടങ്ങിയതാണ്. കുറച്ച് വീഡിയോസും കാര്യങ്ങളും. ഇപ്പൊ ഈയിടയ്ക്ക് ഇവര് വന്ന് നന്ദഗോവിന്ദം ഭജൻസ് വന്നിരുന്നു, അപ്പോൾ അവര് വന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ അതിനും ചില പ്രത്യേക വിഭാഗം എന്താണ് തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതിന് നെഗറ്റീവായിട്ട്, അതിന് എന്തോന്നോ ബാക്കി എന്താണ് ജാതിയും റിലിജിയൻ എന്തൊക്കെയോ പറഞ്ഞെഴുതിയിട്ടുണ്ട്. ഇതിന്റെ പുറവിൽ അതൊക്കെയാണ് അവരിവിടെ അമ്പലത്തിൽ വന്നു, പാടി, ഇവിടെ വന്നു, നമ്മളെ കാണാൻ വന്നു. അതിലിപ്പോ ഇത്ര വിമർശിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെയാ കാണുന്നത്? ശരിക്കും ഒരളവിന് വരെ വിമർശനങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന വിമർശനങ്ങൾ
ഇപ്പൊ ഞാനായാലും ആരായാലും ഇടുന്നത് ശരിയല്ല. അത് ഈ നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കല്ലെറിയുന്ന പോലെയാണ്, ദൂരെ നിന്ന് ഇറങ്ങിട്ട് ഓടിക്കളയും. അവരവരുടെ അഭിപ്രായം പറയുന്നു. അത് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് അവരുമായിട്ട് വഴക്ക് പിടിക്കും. നമ്മൾ പരസ്പരം കാണാത്ത ആൾക്കാരെ തമ്മിലാണ് വഴക്ക് പിടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ 90%. അങ്ങേക്ക് വേണ്ടി തല്ലുപിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളും ഉണ്ടായിരുന്നത്. ആ സ്നേഹമൊക്കെ എങ്ങനെയാ കാണുന്നത് ശരിക്കും? സ്നേഹം ശരിക്കും നമുക്കിപ്പോ എന്താണ്, രാജഭരണമില്ല, ഒന്നുമില്ല. നമ്മൾ സാധാരണ എന്താണ് ഡെമോക്രാസിയിൽ സാധാരണ ജനങ്ങളായിട്ട് ജീവിക്കുക. എന്നിട്ടും ഈ ആൾക്കാർക്ക് സ്നേഹമുള്ളതുകൊണ്ട് അതാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. ഈ ഓറ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം അങ്ങ് വന്നിറങ്ങുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങയുടെ പ്രസൻസ് ശരിക്കും അത് ആൾക്കാർ കമൻറ്റ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരെ പൾസ് ഇപ്പം അറിയുന്നത് കമൻസിലൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഓ ഗൂസ് ബംസ് വന്നുപോയി, അതെന്താ വരുന്നത്, അതെന്താ, അത് ഇപ്പോഴും ഭരണം അല്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം വികാരമുണ്ട്. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും? നേരിട്ട് കാണുമ്പോഴും ഈ ഒന്ന് ഫോട്ടോ എടുക്കുകയും, പിന്നെ ഞാൻ ഇപ്പൊ അത് പറഞ്ഞോണ്ട് പറയാ, ചില ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോ, ടെൻഷനിലായി. എന്താ ടെൻഷൻ? ഇല്ലില്ല, ടെൻഷനിലായിപ്പോയി. നേരിട്ട് കാണുമ്പോഴും ഒരുപാട് പേര് സ്നേഹത്തോട് സംസാരിക്കാറുണ്ട്. ചിലരെ കണ്ടിട്ട് അറിയാത്ത രീതിയിൽ പോവാറുണ്ട്. അത് നമ്മൾ പേടിച്ചിട്ടോ. ഈ കമന്റ് സെഷൻ പറയുമ്പോൾ 2 സെഷനാണല്ലോ. അവിടെ പോസിറ്റീവായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ തന്നെ നെഗറ്റീവായിട്ടുള്ളവരുണ്ട്. ഇപ്പം അങ്ങേ തമ്പുരാൻ എന്ന് വിളിക്കുന്നതിൽ പോലും പലർക്കും പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, എൻ്റെ ആധാറില്, എൻ്റെ പാസ്പോർട്ടില്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസില് പേര് നോക്കുകയാണെങ്കിൽ ആദിത്യ വർമ്മ. ഞാൻ റോയൽ ഫാമിലി ജനിച്ചു. ചില ആൾക്കാർ പറഞ്ഞു മുൻ രാജകുടുംബം. അതെങ്ങനെ മുൻ രാജകുടുംബം? കുടുംബം ഇപ്പോഴും ഇല്ലേ? ഉണ്ട്. മുൻ രാജാവ് ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറയാം, പക്ഷെ രാജകുടുംബം ഇപ്പോഴും ഉണ്ട്. മുൻ രാജകുടുംബം എന്ന് പറയാം. ഞാനിപ്പോഴാ കുടുംബത്തിൽ, അപ്പം മുന്നെങ്ങനെയാവും? ഞാനുണ്ടല്ലോ, ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. തമ്പുരാന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു കാസ്റ്റിന്റെ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തമ്പുരാന്ന് ഇപ്പൊ നമ്പൂരിപ്പാട്, അങ്ങനെ നായർ, പിള്ള, കുറുപ്പ്, അതുപോലെ തമ്പുരാന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്. പിന്നെ ഈ ചില ആൾക്കാർ അത് തമ്പുരാന്ന് പറഞ്ഞ രാജാവാണ്, ആ രാജഭരണം ഇല്ലാണ്ട് തമ്പുരാന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ ചിലരെ പറയില്ലേ അമ്പലമില്ല, ഈശ്വരനില്ല, ചിലർ ഈശ്വരനുണ്ട്, അമ്പലമുണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കാസ്റ്റാണ്. ഞാൻ ആരെയും പറയാറില്ല എന്നെ തമ്പുരാനെ വിളിക്കണമെന്നൊന്നും. പിന്നെ ചിലതുണ്ട് നാള് പറഞ്ഞു വിളിക്കും, അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ, എഴുന്നള്ളിയായാലും അങ്ങനെയൊക്കെ വരാറുണ്ട്. ശരിക്കും തമാശയൊക്കെ പറയാറില്ല, അങ്ങനെയൊന്നും ഇപ്പോഴങ്ങനെയൊന്നും പറയാറില്ല. ചില ഈ അമ്പലങ്ങളിൽ ഫംഗ്ഷനിൽ പോകുമ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മുടെ പേര് ഈ പറഞ്ഞ നാള് വെച്ചിട്ടാണ്. എല്ലാവരുടെയും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് നാള് വെച്ചിട്ടാണ്. ഇത് പണ്ടൊക്കെ ഈ രാമവർമ്മ എന്ന് പറയുന്ന 3-4 പേര് കാണും. അപ്പൊ നാള് വെച്ചിട്ട് വേണം ഇവരെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ളത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ എവിടെയൊക്കെയാണ് നിധി ഉള്ളതെന്ന് അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാനിവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഭയങ്കര ഒരു എന്താ പറയാ, നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ഏറ്റവും വലിയ നിധി. അതെ, മുമ്പിൽ തന്നെ ഇരിക്കല്ലേ ഏറ്റവും വലിയ നിധി. അതിന്റെ ഭാഗ്യം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ കുഴിച്ചു നോക്കി എന്തെങ്കിലും കിട്ടുമോ? നോക്കിക്കോളൂ, അനുവാദം വേണ്ടേ കുഴിക്കാൻ? ഇതിൻ്റെ അത് അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ രണ്ടാമത് വാങ്ങിച്ചതാ, 1920s വാങ്ങിച്ചതാ. ഈ പോർഷൻ 1930s കിട്ടിയത്. ഗാന്ധിജി വന്നതൊക്കെ ഞങ്ങൾ ആദ്യം വന്നിരുന്നില്ലേ, ആ റൂമിലാണ് ഗാന്ധിജി വന്നത്. ഗാന്ധിജി ആ സെയിം കാർപ്പറ്റിലായിരുന്നു. അദ്ദേഹം ചെയറിലല്ല, കാർപ്പറ്റിലായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ചു. ഇത്ര നാളൊക്കെ നിൽക്കുമല്ലേ കാർപ്പറ്റൊക്കെ? ഇരുന്നുകൊണ്ടായിരിക്കും. കൊള്ളാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രാജകുടുംബം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് കലാപരമായിട്ടുള്ള പല വാസനകളും ഉണ്ടാവും എന്ന് പറയാം. ആദിത്യവർമ്മയെ സംബന്ധിച്ച് തമ്പുരാനുള്ള കലാവാസന, എനിക്ക് ചേട്ടൻ ഈസ് ക്ലാസിക്കൽ സിംഗറാണ്, മ്യൂസീഷ്യനാണെന്നുള്ളത്. പ്രിൻസ് രാമവർമ്മ, അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട്, ഒരുപാട് കോൺസേർട്സ് നടത്താറുണ്ട്, ഇന്ത്യക്കും വിദേശത്തുമൊക്കെ.
പിയുടെ ഫിലിപ്പീൻസ് പോയിരുന്നു, പിന്നെ ഇടയ്ക്ക് ദുബായ്, US ഇവിടെയൊക്കെ അദ്ദേഹം സ്ഥിരം പോകാറുള്ള. എനിക്കങ്ങനെ തമ്പുരാനെ സംബന്ധിച്ച് നമുക്കൊക്കെ രാജകുടുംബത്തിലുള്ള എല്ലാവരും പാട്ട് പാടുമെന്നാ. പാട്ട് അങ്ങനെ ഞാൻ കലയിലോട്ടില്ല. വീണ പഠിച്ചിട്ടുണ്ട് ഒരു 5 വർഷം. 5 വർഷം. പിന്നെ ഇപ്പോഴും കുറച്ച് പുല്ലാങ്കുഴൽ വായിക്കാൻ ശ്രമിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വായ്പാട്ടില്ല. ഓക്കെ, എന്തായാലും സംഗീതത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതേപോലെ തന്നെ ഈ ക്രേസ് എന്താണെന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് തമ്പുരാനെ പറ്റി ആലോചിക്കുമ്പോൾ കുറേ കാറുകൾ വരും, പല മോഡൽ കാറുകൾ വരും. ഈ ക്രേസിലേക്ക് എപ്പോഴാണ്? ഞാനത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 11 വയസ്സിലാണ് തുടങ്ങിയത് ഡ്രൈവിംഗ്. പഴയ ഒരു വോക്സ് വാഗൺ ബീറ്റിൽ വണ്ടി ഇപ്പോഴും സ്ഥലത്തില്ല, പക്ഷെ വർക്ക്ഷോപ്പിൽ കിടക്കാണ്. അമേരിക്കൻ കുറച്ച് പാർട്സ് ഒക്കെ വരുത്തി റിപ്പയറിങ് ആൻഡ് റെസ്റ്റോറേഷൻ നടക്കാണ്. അപ്പൊ അതിലിങ്ങനെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് ഏറ്റവും പഴയ മോഡലാണ്, 1967 or 68 മോഡലാണ്. അപ്പം അതിന് 11 വയസ്സിന് പൊക്കമില്ല. ഒരു തലയണയൊക്കെ വെച്ച് വല്യച്ഛനാണ് പഠിപ്പിച്ചത് ആദ്യം. ഇതാണ് ആക്സിലേറ്റർ, ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക്, സ്റ്റിയറിംഗ് നേരെ പിടിക്കുക, വണ്ടി ഓടിക്കുക. വല്യച്ഛൻ ഇതാ പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹം കൂടെ ഇരുന്നൊക്കെ പഠിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇവിടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒന്നും അത്ര പോരെ, പ്രായപൂർത്തിയാകത്ത കൊച്ചു പയ്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേ ഓടിക്കൂ, പുറത്തോട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക്, ഓഫ് റോഡിങ് പോലെ. അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ഞാൻ സ്പീഡ് നോക്കുമ്പോൾ 40-45 കൂടെ വണ്ടി സ്പീഡ് കയറുന്നില്ല. ഞാൻ വെച്ചാൽ പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. മൈൽസ് ആയിരുന്നു, കിലോമീറ്റർ അല്ല, മൈൽസാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 80-90 ഒക്കെ. നമ്മൾ നല്ല സ്പീഡിലാണല്ലേ പൊക്കോണ്ടിരിക്കുന്നത്, അവിടെ മീറ്റർ കയറാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. പിന്നെയാണ് ഈ ന്യൂ ജനറേഷൻ കാർസ് വന്നു, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു, പിന്നെ സെൻസേഴ്സ്. പണ്ടൊക്കെ ഒരു വണ്ടി റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ തിരിച്ച് ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും വേണ്ട, ഇപ്പം മുമ്പിൽ സ്ക്രീനിൽ നോക്കിയാൽ മതി, എല്ലാം പറയും, സൈഡിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പഠിച്ച. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ വലിയൊരു പ്രിയമില്ല. നമുക്ക് മാനുവൽ മതി. അതുകൊണ്ടാണ് ഞാനൊരു പജേറോ സ്പോർട്ട് വാങ്ങിച്ചു, കംപ്ലീറ്റ് ഓഫ് റോഡർ മാനുവൽ. അത് വെച്ചിങ്ങനെ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ പോകും. ഓഫ് റോഡ് പോകുന്നൊരു തമ്പുരാനും ഉണ്ട്. ഓഫ് റോഡ് രസമാണ് ഓടിക്കാൻ. റീസെന്റ് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടായോ? റീസെന്റ് ഓഫ് റോഡിങ് ഇല്ല, അധികം പോയില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഓഫ് റോഡ് അല്ലായിരുന്നു, ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ പോയി. തുംഗനാഥ് എന്ന് പറഞ്ഞ സ്ഥലം, തുംഗനാഥ് ഹിമാലയത്തില്. അത് പക്ഷേ ഓഫ് റോഡ് ടാർ റോഡാണ്, പക്ഷെ എന്തായാലും ഒരു 14,000 ഫീറ്റ് അടുപ്പിച്ചുണ്ട് ഹൈറ്റ്. അവിടെ പോയി കാറ് പോകുന്നതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒന്നീ നടക്കണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോലെ രാജാവ് കുതിരപ്പുറത്ത് പോയില്ലെങ്കിൽ മോശമല്ലേ, നടക്കാൻ പഠിച്ചിട്ടാ. അപ്പോൾ കുതിരയിലെ ക്ഷേത്രം വരെ പോയി തൊഴുതിട്ട് വന്നു. കുതിരയിൽ തന്നെ പോകണം അല്ലേ? കുതിരയിൽ അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഇത്രയും ഹൈറ്റിൽ നമുക്ക് ശീലമില്ലല്ലോ. നമ്മൾ ഈ കടലിൻ്റെ നിരപ്പിൽ നിന്ന് 14,000 അടി പോകുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും. കുതിരപ്പുറത്താകുമ്പോൾ കുതിര പതുക്കെ അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് മുകളിൽ കയറി നടന്നു, പതുക്കെ നടന്ന് വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് വന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂജയുള്ള ശിവക്ഷേത്രമാണെന്നാണ് എൻ്റെ അറിവ്. തുംഗനാഥ്. കേദാർനാഥ് കേട്ടിട്ടില്ല? കേദാർനാഥിന്റെ 5 കേദാരങ്ങളിൽ ഒരു കേദാരമാണ് ഇത്. പഞ്ചകേദാറിൽ ഏറ്റവും ഉയരം കൂടിയത് തുംഗം. അപ്പൊ അവിടെ പോയിട്ട് വന്നു. പോയി. എത്ര കാർ ഉണ്ടാവും കളക്ഷനിൽ? എനിക്കോ? ഈ പഴയ ബീറ്റില് എല്ലാ ഫ്യൂവലും ഉണ്ട്. ബീറ്റിൽ പെട്രോൾ, പിന്നെ ഒരു EV ഉണ്ട്, അപ്പൊ ഇലക്ട്രിക് ആയി. പജേറോ ഡീസല്, പിന്നെ ഒരു സെലേറിയോ, അത് പെട്രോൾ. 4 ഓക്കെ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പഴയൊരു അംബാസഡർ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് കിട്ടിയ അമ്മുമ്മ കൊടുത്ത വണ്ടിയാണ്, ചുവപ്പും ക്രീമുമായിട്ടുള്ള. അതും ഇപ്പോൾ വർക്ക്ഷോപ്പില്ല, അടുത്ത ആഴ്ച ഇറങ്ങും. അതും ഞാൻ ഇടയ്ക്ക് ഓടിക്കുന്നത് ആണല്ലേ? ഈ ഇടയ്ക്ക് ഒരു ഓപ്പൺ ജീപ്പ് വന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നേ. 4x4 അവരുടെ ഓഫ് റോഡിൽ വിളിച്ചിട്ടുണ്ട്, പോണം. ആണോ? അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. വീഡിയോ ആണോ, എന്നെയും കൂടെ കൂട്ടി ഒന്ന് കറക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മയ്ക്ക് പക്ഷേ സ്പീഡ് പേടിയാ. ആണോ? പതുക്കെ പോകാൻ പറയും. എങ്ങനെ അമ്മയായിട്ട് ട്രിപ്പൊക്കെ പോകും? അങ്ങനെ
അമ്മയായിട്ടില്ല അധികം വെച്ചാൽ അമ്മയ്ക്ക് സ്പീഡ് പേടിയുണ്ട്. ഇപ്പോൾ കാറിലധികം അമ്മയെ കൊണ്ടുപോകില്ല. പിന്നെ അമ്മയ്ക്ക് പിന്നെ കാറിൽ ഇവിടെ ഇപ്പോൾ അധികം വലിയ യാത്രയില്ല. അമ്മയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അമ്മയിൽ നിന്ന് എന്താണ് ശരിക്കും ആർജിച്ചെടുത്തതെന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അമ്മ കുട്ടിക്കാലത്ത് ഈ പ്രത്യേകിച്ച് ഈ പൂജ ശ്ലോകങ്ങൾ, നമ്മൾ അമ്പലത്തിൽ പോവുക, പിന്നെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, ബാക്കി സഹജീവികളത്തെ കരുണയോടും അനുകമ്പയോടും പെരുമാറുക, ആരെയും പരിഹാസം ചെയ്യാൻ പാടില്ല, ഒക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു മെയിനായിട്ടൊരു മോറൽ വാല്യൂ അമ്മ പഠിപ്പിച്ചു തന്നതിൽ എപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും അമ്മ പഠിപ്പിച്ചത് മറന്നു പോവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കുന്നൊരു കാര്യം എന്തായിരിക്കും? എവിടെ പോയാലും ആൾക്കാരുമായിട്ട് വഴക്ക് പിടിക്കാതെ സമാധാനം പ്രിയനായിരിക്കണം എന്നാണ് അമ്മ പറയുന്നത്. ദേഷ്യം പാടില്ല. എല്ലാവരും പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത്രയും ഭയങ്കര ഇന്നസെൻസ് ഉള്ളൊരു തമ്പുരാനെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഭയങ്കര ഇന്നസെൻസ് മാത്രമല്ല, അതുപോലെ ഭയങ്കര പാവം ലുക്കുള്ള എന്ന് പറയുന്നത് എപ്പോഴും ലുക്കിലേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു, ഇയാള് ഭയങ്കര ഇയാള് വിഷയാന്ന്. അങ്ങനെ പിന്നെ ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാരുടെ കൺസെപ്റ്റാണ്. ഇന്നസെന്റ് ലുക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എൻ്റെ പ്രത്യേകിച്ച് ആൾക്കാരടുത്ത് ഒരു എന്താണ് നമ്മൾ വഴക്കിനൊന്നും അധികം പോകാറില്ല. ഇപ്പോഴും പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ ഈയിടയ്ക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ മുമ്പിലുള്ള ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ഞാനും അതിലിടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ഇവരുടെ ഹോണൊക്കെ അടിച്ചു. അപ്പോൾ പുള്ളി എടുത്തുണ്ട്. അപ്പോൾ നിർത്തിയതും ബാക്കിൽ നിന്ന് വന്നൊരു സ്കൂട്ടർ ലേഡി വന്ന് ഇടിച്ചു എൻ്റെ വണ്ടിയിൽ. ഞാനും മിററിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് അവരുടെ മുഖം കാണാം, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി സൈഡിലോട്ട് നിർത്തിയിട്ട് ഒരു ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ ഞാൻ മുമ്പിലത്തെ ഓട്ടോ ബ്രേക്ക് പിടിച്ചു, ഇത്ര അടുത്ത് വരാമോ, ഇതാര്? ഞാൻ ആരോ എന്തോ ആരെങ്കിലും ആയോ, എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം മനപ്പുറം ഇടിച്ചതല്ലേ, ഇങ്ങനെ ഒരു രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഷേക്കാൻ്റെ ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട്. അപ്പോൾ ആരുടെ വഴക്ക് കുടിക്കാൻ വെക്കില്ല. ചിലപ്പോൾ വഴക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ആരുടെ അധികം വഴക്ക് കുടിക്കാറില്ല. പിന്നെ വണ്ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ വഴക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുന്നത്. പിന്നെ നമ്മുടെ കാര്യം നോക്കി വണ്ടി ഓടിച്ചു പോകും. തമ്പുരാനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വളരെ ക്ലീഷായിട്ടുള്ള ചോദ്യമാണ്, ബി നിലവറയെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ അറിയാനുള്ളത്. അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ അധികാരത്തിലുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ വെച്ച് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും കേട്ടിട്ടുണ്ടാവും. ബി നിലവറ ഓൾവേസ് ബി പോസിറ്റീവ്. അത് ആക്ച്വലി കൊള്ളാട്ടോ. ക്യൂരിയോസിറ്റി ഉണ്ടോ എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാർ ഈ കോയിൻസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനും ശരിക്കും ഈ നിലവറാന്നതിന് ഉള്ളത് തന്നെ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ പഴയ വല്യമ്മ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ അഴിവെച്ച് കുറെ മുറികൾ എന്താന്ന്, കുറെ മുറികളാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് ആരും നിലവറ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു നിലവറ എല്ലാം ഭൂമിയുടെ അടിയിലാന്നൊക്കെ. പക്ഷേ നിലവറയാണ് ഭൂമിയുടെ അടിയിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം മുകളിൽ തന്നെ. ഈ നിലവറയുടെ വാതില് കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? ഇതുപോലൊരു തടിയല്ല, ഇരുമ്പ് വാതില്. അതിന്റെ മുകളിൽ ചെറിയൊരു വെന്റിലേറ്റർ പോലെ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഓസ്ട്രേലിയൻ ചാനലിലെ അവരിങ്ങനെ പറയുണ്ടായിരുന്നു, ബി നിലവറയ്ക്കകത്ത് മമ്മി ഉണ്ടെന്ന്. ഞാനും കേട്ടില്ലേ? അഗസ്ത്യമുനിയുടെ സമാധി ബി നിലവറയ്ക്കകത്ത് മമ്മിയുണ്ട്. ഇതുപോലെ കുറച്ച് ചാനലുകാരിങ്ങനെ വിളിച്ചു ചോദിച്ചു, സാർ ബി നിലവറ മമ്മി ഉണ്ടോ? ഞാൻ വന്ന് മമ്മി വെളിയിലും ഡാഡി വെളിയിലും, മമ്മി അകത്തും ഡാഡി വെളിയിലെന്നും പറഞ്ഞു. എന്താ ചെയ്യല്ല, ഒരുപാട് ഈ ബി നിലവറയെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥകളിൽ 2 റൂംസ്, 2 മുറിയാണ്. ആദ്യത്തെ മുറി തുറന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് തുറക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ വാതിലിന്റെ ഒരു ഭാഗം കാലി വീഴുകയും മുറിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ആണല്ലേ? ഈ ഇത് തുറക്കുന്നതോടെ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത് കേട്ടിരുന്നു. അതിൽ വിശ്വസിക്കും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക്
പറയാനുള്ളൊരു അറിവില്ല. പക്ഷേ ഒരു വാതിലുണ്ടെങ്കിൽ അത് തുറക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് തുറന്നുകൂടാ എന്നുള്ള നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ അറിവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ പറയുന്നു അത് തുറക്കാൻ പാടില്ല. ദേവപ്രശ്നത്തില് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രളയം പോലെ ഉണ്ടാവും? പ്രളയം എന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് ബാഡ് ഓമൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഫ്റ്റർ തുറക്കണ്ട, നാടിന് നല്ലതല്ലെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പറഞ്ഞത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളൊരു കാലത്ത് ആരെങ്കിലും തുറന്നാൽ അപ്പോഴറിയാം എൻ്റെ അകത്ത് എന്താന്ന്. ഇത് തുറക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം വന്നപ്പോഴേ എന്തായിരുന്നു ശരിക്കും ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നത്? അത്ര നാള് പെട്ടെന്നൊരു ദിവസം വരെ 2011 ആ സമയത്ത് അത് പെട്ടെന്നൊരു ഉത്തരവ് വരുന്നു. അതപ്പോ എങ്ങനെയായിരുന്നു അതിന്? അല്ല, ഞാൻ ചോദിക്കും, നമ്മുടെ ക്ഷേത്രം ഇപ്പം ആരുടെ ആയിക്കോട്ടെ, ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം ബാഹ്യശക്തികളുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയും അവിടുത്തെ ക്ഷേത്രം നോക്കുന്നവരുടെ ഒരു തീരുമാനമാണെങ്കിൽ ശരി തുറക്കാം. ദേവപ്രശ്നത്തിൽ ഇതിപ്പോ തുറക്കണം എന്ന്, പക്ഷേ തുറക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല തുറക്കണം എന്ന്. അന്നത്തെ എനിക്ക് 2011 കമ്മിറ്റി തുറക്കാൻ എല്ലാ ഹൈക്കോടതിയോ മറ്റോ പറഞ്ഞു എല്ലാ ഇതും തുറന്ന് കണക്കെടുക്കണം എന്നൊക്കെ. അല്ല അന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ ഇങ്ങനെ ബി നിലവറെ പറ്റി അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാ വേണ്ട, പിന്നീട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടെന്നൊക്കെ. എൻ്റെ അറിവിൽ തുറന്നതായിട്ട് അറിയില്ല. കുറെ റിപ്പോർട്ട്സും പത്ര റിപ്പോർട്ട്സും ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അത് ഓൾറെഡി തുറന്നു, അത് 8 വട്ടം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ എങ്ങനെ എടുക്കാം? ക്യാമറ പോലും ഇല്ലാത്ത കാലമാണ്. അല്ല, ആൾക്കാർ പറയുന്നതായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ബി നിലവറയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട്? അത് ഈ പാമ്പ് വെളിയില് സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ലേ, ഈ പാമ്പിന്റെ പടം, കൂട്ടില് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരാള് പാട്ട് വായിക്കുന്നു, പാമ്പ് തനിയെ പൂട്ടിന്റെ അവിടെ നിന്ന് മാറുന്നു, പൂട്ട് തുറക്കുന്നു, അകത്തോട്ട് പോകുന്നു. നമ്മൾ ഈ നാഗമാണിക്യമൊക്കെ സൂക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടുള്ളത് പോലത്തെ പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു സ്വർണ്ണ തേങ്ങയുണ്ടെന്ന്. അത് ബി നിലവറയെന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും എ നിലവറയിലാ ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിലുള്ള ഇരിപ്പുണ്ട്. ആണോ? ഒരെണ്ണം ചെറുത്, പക്ഷെ തൊട്ട് വെരി ഫ്ലിംസി, ചെറിയ ഗോൾഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് സോളിഡ് അല്ല. ആണല്ലേ? അപ്പൊ ശരിക്കും അതൊക്കെ ഉള്ളതാണല്ലേ? കുറച്ചൊക്കെ ഉള്ളതാണ്, പക്ഷെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ആൾക്കാർ ഇതിന്റെ മൂല്യം നിർണയിച്ച് പറയുന്നത് പലയിടത്തും. മൂല്യനിർണ്ണയം സംഭവിച്ചിരുന്നോ? ഇല്ല, ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്തേ, മൂല്യം ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ദശലക്ഷം കോടികൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിന്റെ കോയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് 1340 മറ്റോ ഉള്ളത്. അപ്പൊ അതിന്റെ മൂല്യം എങ്ങനെ നിർണ്ണയിക്കാൻ വെക്കും? അതിന് ഒരുപാട് അറേബ്യൻ കോയിൻസ് ഉണ്ട്, ജാപ്പനീസ് ചെറിയ പെഗോഡാസ് പോലത്തെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, കോയിൻസ് പോലെ. നാഗങ്ങളാണ് കാവലിരിക്കുന്നതെന്ന് പറയുന്നതിൽ അതിന്റെ എ നിലവറയുടെ ഭിത്തിയില് നമ്മളിങ്ങനെ ഈ ഭിത്തിയിൽ ഇത്രയും പൊക്കത്തൊരു നാഗത്തിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ ഭിത്തിയുടെ അപ്പുറത്താണ് ബി നിലവറ. ബി നിലവറയിൽ നാഗങ്ങൾ കാവലിരിക്കാൻ സാധ്യതയുണ്ട്. തള്ളിക്കളഞ്ഞൂടാ. ഈ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. നാഗങ്ങൾ നിധിയുള്ളിടത്ത് നാഗം വരുന്നു പറയാം. നിധി കാക്കാൻ വേണ്ടി നാഗം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും സ്വത്ത് മറ്റേ ആഭരണങ്ങളൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ. അപ്പൊ അതിനെ സിംബലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ കുത്തിവെച്ച്. പിന്നെയും പറയുന്നുണ്ട്, ഈ പണ്ടത്തെ കാലത്ത് ഈ നമ്മൾ ഈ മറ്റേ KCB കണ്ടില്ലേ, 2 എല്ലും തലയോട്ടും ഡേഞ്ചർ. പണ്ടത്തെ കാലത്ത് നാഗം വെക്കുന്ന ഡേഞ്ചറിന്റെ ഒരു സിംബോളിക് അന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തുറക്കാൻ പാടില്ല, അപകടം ഉള്ളതും സൂചനയായിരിക്കും. എന്തൊക്കെയല്ലേ. ഈ അമ്പലത്തിന് 6 അറകളുണ്ട്. 6ാമത്തെ അറ ഭഗവാന്റെ ആണ്. അത് മനുഷ്യനാൽ തുറക്കാൻ പറ്റില്ല. അതാണോ ബി? അല്ല, അത് അങ്ങനെ ഒരു കഥ കേട്ടു. അതാണോ ബി? അതായിരുന്നു എന്റെ ചോദ്യം. അതാണോ ബി? അതോ അങ്ങനെ ഒരു അറ വേറെ ഉണ്ടോ? 6 അറകളിൽ 6ാമത് ഭഗവാന്റെ, അത് മനുഷ്യനാൽ തുറക്കപ്പെടില്ല എന്നാണ് കേട്ടത്. 6 അറാന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസ് വന്നപ്പോ കേട്ടതല്ലേ? അത് ശരിക്കും ശ്രീകോവിലിന്റെ അവിടെ തന്നെ ഈ അറയല്ലേ, ഈ ഓരോന്ന് സൂക്ഷിക്കുന്ന മുറിയൊക്കെയാണ് ഇവര് അറയായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്.
ശരിക്കും ഈ തുറക്കാത്തത് ഈ ആകപ്പാടെ 2 ഉണ്ടായിരുന്നുള്ളൂ, ഈ സി വാൾട്ടും ബി വാൾട്ടും. ഓക്കെ. ബാക്കി എല്ലാ അമ്പലം ദിവസവും ഓൾമോസ്റ്റ് തുറക്കുന്ന വാൾട്ടുകളാണ്. ഈ ഇത്രയും, അതായത് നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർക്കൊരു ധാരണയുണ്ട് അത്രയും സമ്പന്നമാണ് അല്ലെങ്കിൽ അത്രയും സമ്പത്ത് ഈ രാജകുടുംബത്തിനും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് പെരുമാറാൻ ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടാവും? നമുക്ക് അമ്പലത്തിലെ സ്വത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ലല്ലേ? ഇല്ല. ഇതെല്ലാം അമ്പലത്തിൽ നമ്മൾ ഈ ഒരു സാധനം അമ്പലത്തിൽ കാണിക്ക ഇടുന്നു, ഇപ്പോൾ 100 രൂപ, തിരിച്ചത് എനിക്ക് അതിന് 50 രൂപ വേണമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതെല്ലാം അമ്പലത്തിൽ സബ്മിറ്റ് ചെയ്ത് തന്നെ. പിന്നെ പണ്ട് ഓരോ രാജാക്കന്മാരെ സ്ഥാനം ഏൽക്കുമ്പോൾ ഈ തുലാപുരുഷ ദാനം എന്നൊക്കെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മറ്റേ ത്രാസിലെടുത്തും ഇപ്പുറത്ത് സ്വർണം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള സ്വർണം ആവുമ്പോഴത്തേക്ക് ആ സ്വർണം അമ്പലത്തിൽ കൊടുക്കും. അങ്ങനെ അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ രാജാവിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ സ്വർണം കൂടുതൽ കിട്ടും, എന്നെ പോലത്തെ ആളാണെങ്കിൽ കുറച്ച് കിട്ടുള്ളൂ അല്ലേ? അയ്യോ, ഈ ഓരോ രാജാക്കന്മാർ വന്ന് തൊഴാൻ വരുമ്പോൾ ഇത്ര കീഴ്പ്പണം വെച്ചിട്ടാണ് തൊഴുന്നത്. അതായത് നമ്മളിപ്പം 1 രൂപ നാണയം ഇട്ട് തൊഴുന്നത് പോലെ അവരന്ന് സ്വർണ്ണ കിഴികളിൽ പണം പണ്ടോ അതിനെപ്പറ്റി അറിയില്ല. അതൊക്കെയാണ് കുമിഞ്ഞു കൂടി ഇവിടുത്തെ നിധിയായി മാറിയത് എന്ന് പറയുന്നുണ്ട്. പറയാനൊക്കില്ല, അവര് അങ്ങനെ കിഴിപ്പണമൊന്നുമില്ല. ഈ നിധിയും ഈ നിലവറയിലെ ഇതും രണ്ടാണോ? അങ്ങനൊരു താരതമ്യവും നിലവറയ്ക്കകത്ത് ഇരിക്കുന്നത് നിധിയാണെന്ന് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ സമ്പത്തും. നിധി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ച് കിട്ടുന്നതാണ്. ട്രഷറും വെൽത്ത് എന്നും പറയുന്ന പോലെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ഈ കുഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുടം കിട്ടുന്നു, അത് തുറക്കുമ്പോൾ മുഴുവൻ സ്വർണം, അതാണ് നിധി. പക്ഷെ അതിന് വിധി വേണം കിട്ടാൻ. നിധി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. നോർമലി നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പഴക്കം ചെന്നൊരു തറവാട്ടിലേക്ക് പോയാൽ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന സമയത്ത് ഈ ബി നിലവറ എ നിലവറ എന്നുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടാവുമെന്ന്? ഇവിടെ ഞാൻ ഇത് കേസൊക്കെ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട്, പഴയ അമ്മാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. പിന്നെ പണ്ട് എനിക്ക് വന്ന് ഈ കെട്ടണം കല്ലിടുമ്പോൾ അതിൻ്റെ അടിയിൽ 1 പവനോ അങ്ങനെ സ്വർണം പൊടിച്ച് വെക്കുക, അതൊക്കെയാണ്. അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. ഇല്ലല്ലേ? ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ്? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ കുറിച്ചു. നമ്മൾ ഈ 3 കിങ്സ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. കൊട്ടാരം നിധി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊന്നും ഇതുണ്ടായ സമയത്തും ഇറങ്ങിയ സിനിമകളിലും വെച്ച് എല്ലാവരും കുറച്ചുകൂടെ 3 കിങ്സുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പണ്ടത്തെ കാലമാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കേണ്ട ആളെന്നൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമന്റ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല. അങ്ങനെ നമ്മളോട് ആരെങ്കിലും വന്ന് അങ്ങനെ നേരിട്ട് ആരും പറയില്ല. ഇല്ലല്ലേ? സോഷ്യൽ മീഡിയ വഴി ഉള്ള കൂടുതലുള്ള പറച്ചിലാണ്. ആണല്ലേ? പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ മോശം പറഞ്ഞ കുറെ പേര് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ല, നമ്മൾ അവരുടെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവര് എനിക്ക് വന്ന് ഓരോരുത്തരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നു. പിന്നെ ചില ഡെഫമേഷനൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട്. ആണോ? ഓ, ഡെഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതൊരു ചാനലിനെതിരെ. ആണോ? വിധിയായിട്ടുണ്ടോ? ഇല്ല, അതിന് കോംപ്രമൈസ് ആക്കി ഇട്ട്. അത്രയും ഭീകരമായിരുന്നു ആ സമയത്ത്? ഈ അമ്പലത്തിന്റെ കേസ് വന്ന സമയത്ത്. ആണല്ലേ? അപ്പോൾ അവര് പറഞ്ഞത് നമ്മൾ കുറച്ച് മോശമായിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ അവർ മാറ്റി, പിന്നെ അത് റീടെലികാസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ആക്കി ഇട്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തുടർഭരണം ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങേക്ക് എന്താ തോന്നുന്നത്? തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണം ആരെങ്കിലും ശരിക്കും ഇലക്ഷൻ, നമ്മൾ കേരളത്തിൻ്റെ കാര്യം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തെല്ലാം ഇഷ്യൂസ് വന്നു, എന്നിട്ടും ഇപ്പോഴത്തെ സർക്കാർ തന്നെയല്ലേ വന്ന. കാലാവസ്ഥയെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്, ഇവിടുത്തെ കാലാവസ്ഥയും രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല, എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കമൻ്റ് ഒന്നും പറയുന്നില്ല. ഇപ്പം ഇതുവരെ എന്തായാലും പൊളിറ്റിക്സിൽ നമുക്ക് കാലുവെക്കാൻ താല്പര്യമില്ല. ഒരു രാജകുടുംബം അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ അങ്ങേക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ
ഇതിപ്പോൾ അങ്ങനെ ഭരണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാലോ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ? നമ്മുടെ കുറച്ചുകൂടെ ഫ്രീ ഗതാഗതം. ഞാൻ കൂടുതൽ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ ഈ സിഗ്നൽ ജമ്പിങ്, റോങ് സൈഡ് വണ്ടി ഓടിക്കുന്നവരെ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക. ശരിക്കും നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക ഇപ്പോൾ ചെറിയൊരു തമാശയാണ്. പക്ഷേ ഇവിടെ തന്നെ അടുത്ത ഫുട്പാത്തിൽ കൂടെ ഒരു ബൈക്കിൽ വണ്ടി ഓടിച്ച ഒരു സ്കൂൾ കുട്ടിയുടെ പല്ലൊക്കെ ഇടിച്ചു. അപ്പോൾ ഇതൊക്കെ കർശനമായ ശിക്ഷ വേണം. ശിക്ഷ എന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായിലെ ഒരു സിഗ്നൽ ജമ്പിങ്ങിന് 5000 രൂപ മറ്റുമാണ്. ഇവിടെ അതുപോലെ ആക്കിയാൽ മതി. കുറച്ച് പേര് എൻഫോഴ്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കുറച്ചൊക്കെ മര്യാദയ്ക്ക് ഓടിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് സിഗ്നൽ ജമ്പ് ചെയ്യാൻ ഒക്കില്ല. സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. അതെ, ഇവിടെ കവടിയാറ് തന്നെ ഇവിടുത്തെ ഒരു സിഗ്നൽ പോസ്റ്റ് ഒടിഞ്ഞു വീണ്ട് 8 മാസമായി. ഇതുവരെ പോസ്റ്റ് ഒരു 3 മാസം കിടന്നു. നമ്മൾ കുറച്ചൊക്കെ പിടിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ് ഞാൻ വെച്ചു സിഗ്നൽ റിപ്പയർ ചെയ്യാണ്, ഇത്ര എന്താ നമ്മുടെ വാക്കിന് വിലയുണ്ട്. നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് മുറിച്ച് അവിടെ മണ്ണൊക്കെ ഇട്ട് പുല്ലൊക്കെ വെച്ചിട്ട് പോയി. ഇപ്പോൾ സിഗ്നലേ ഇല്ല അവിടെ. സിഗ്നലില്ല, അതുകൊണ്ട് സിഗ്നൽ ജമ്പിങ് വരില്ല. പ്രോബ്ലം സോൾവ്. പക്ഷെ അതല്ല, നമ്മുടെ ശരിക്കും അത്യാവശ്യമാണ്. സിഗ്നലിനൈസ് ഷുഡ് ബി പെർഫെക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലയിടത്ത് ബ്ലാങ്ക് ആയിരിക്കും, ചിലയിടത്ത് പച്ചയും മഞ്ഞയും ചുവപ്പും ഒന്നിച്ച് കത്തും. ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നമ്മൾ വകുപ്പെടുത്ത ഗതാഗതം എടുക്കും. ഗതാഗതം പിന്നെ നമുക്ക് ഇപ്പോൾ മനുഷ്യനിപ്പോൾ ഏറ്റവും കുറവ് സമയമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കൊച്ചി എത്തണം. ഇന്നത്തെ കണ്ടീഷന് കാറിൽ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? ഞങ്ങൾ തന്നെ 6-7 മണിക്കൂർ എടുത്തു. വന്ദേ ഭാരത് ആണെങ്കിൽ വേഗം എത്തും, കുറച്ചെടുത്തും. ശരി, തിരുവനന്തപുരം കൊച്ചി എത്ര കിലോമീറ്റർ ഉണ്ട്? അതറിയത്തില്ല. ഒരു 210 ഉദ്ദേശം. ഇപ്പോൾ വെളിയിൽ നമ്മളെ ചൈന, ജപ്പാൻ അവിടെയൊക്കെ ട്രെയിന് 300 കിലോമീറ്ററിലാണ് ഓടുന്നത്. ഇവിടെ അതുപോലെ ഒരു ട്രെയിൻ വന്നാൽ തിരുവനന്തപുരം കൊച്ചി എത്ര സമയത്ത് എത്താം? 40 മിനിറ്റ്. പിന്നെ 300 കിലോമീറ്റർ പോവാണെങ്കിൽ 200 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ 300 കിലോമീറ്റർ പോയാൽ 40 മിനിറ്റ്. അതുപോലത്തെ ഇവിടെ വരണം. തിരുവനന്തപുരം കൊച്ചി 40 മിനിറ്റിൻ്റെ എത്തുകയാണെങ്കിൽ എത്ര പേര് പോയിട്ട് വരും? സൂപ്പറായില്ലേ? സൂപ്പറായി. പിന്നെ ഫ്ലൈറ്റിലാരും പോവില്ല. അപ്പോൾ കൊച്ചി 40 മിനിറ്റ് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അടുത്ത് 210 കിലോമീറ്റർ കോഴിക്കോട്, 80 മിനിറ്റ് കോഴിക്കോട്, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കണ്ണൂർ, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കാസർഗോഡ്. ഒരു 1.5 മണിക്കൂർ നമ്മള് കേരളത്തിൽ പോയി വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ജോലിക്കൊക്കെ എന്ത് സുഖമല്ലേ, പഠിക്കാൻ പോകാൻ എന്ത് സുഖം. ഹോസ്റ്റൽ സർവീസ് ഒക്കെ നടത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അവർക്ക് വീട്ടിൽ നിന്ന് പോയി വരാമല്ലോ അല്ലേ? അതുപോലെയൊക്കെ കുറച്ച് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ബോംബെ, അഹമ്മദാബാദ് ഇപ്പോൾ വരുന്നുണ്ട്, ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കേട്ടായിരുന്നു. അത് വന്നു കഴിയുമ്പോൾ അറിയാം എത്ര അതിന്റെ ഫീസിബിലിറ്റി എങ്ങനെയുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിന്റെ സാധ്യത എത്ര ഉണ്ടാവും? അല്ല, ഭരണകർത്താക്കൾ മനസ്സ് വെച്ചാൽ നടക്കും. തീർച്ചയായിട്ടും നടക്കും. ഇപ്പം പല പദ്ധതികളും വരുമ്പോൾ ഇപ്പം ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടികൾ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നൊരു സാധനം പല വികസനങ്ങൾക്കും ഒരു തടവാണെന്ന് തോന്നാറുണ്ടോ? പക്ഷെ അതൊക്കെ മറികടന്ന് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് തന്നെ ഇപ്പോൾ ഒരു എനിക്കൊന്ന് അദാനി എടുത്തിരിക്കല്ലേ, ഇപ്പോഴൊക്കെ കുറേ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ എന്ന് വരേണ്ടതായിരുന്നു. ഇപ്പോഴാണ് പിന്നെ സ്ഥലം ഇപ്പോൾ കുറേ കിട്ടി, ഡെവലപ്പായി ഇത് വരുന്നു. ഈ എയർപോർട്ടിന്റെ കാര്യം എനിക്കത് കൃത്യമായി എനിക്കറിയില്ല. സ്റ്റോറി എനിക്ക് ഇവിടെ വന്നൊന്ന് ചോദിച്ച് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ അടച്ചിടുന്ന പോലത്തെ ഒരു സംഭവം കേട്ടോ, അതെന്താ കറക്റ്റ് സ്റ്റോറി? കാരണം പലരും ആറാട്ടിനാണല്ലേ. അന്ന് രാജകുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, അമ്പലത്തിന് പത്മനാഭസ്വാമിക്ക് പോകാൻ വേണ്ടി വർഷത്തിൽ 2 ദിവസം 6 മണിക്കൂർ വെച്ച് പത്മനാഭന് 2 ആറാട്ടുണ്ട്. അപ്പോൾ ആറാട്ട് അമ്പലത്തിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് ഇറങ്ങുമ്പോൾ എയർപോർട്ട് അടയ്ക്കും. തിരിച്ച് 9 മണിക്ക് ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് എയർപോർട്ട് തുറക്കും. അപ്പോൾ നമ്മൾ ആറാട്ട് ഇവിടുന്ന് ചെരുപ്പൊന്നുമില്ല, കൊണ്ട് വാളൊക്കെ പിടിച്ചാൽ പോകുന്നത്. എയർപോർട്ട് മറ്റേ വള്ളക്കടവ് അറിയാം, വള്ളക്കടവ് ഈഞ്ചക്കൽ വള്ളക്കടവ് സൈഡിൽ കൂടെ എയർപോർട്ടിനകത്ത് ഒരു ചെരുപ്പ് കാണുമില്ല. മെയിൻ റൺവേ കൂടെ നമ്മളെല്ലാവരും നടന്നാണ് പോകുന്നത്. നടന്ന് നേരെ ശംഖുമുഖത്തെത്ത്. അവിടുന്ന് എയർപോർട്ട് ക്രോസ് ചെയ്ത് ഇപ്പോഴും ഒരു ആറാട്ട് റൺവേ എന്ന് പറഞ്ഞ റൺവേ ഉണ്ട്.
ആഹാ. ഇപ്പോഴും ഒരു ആറാട്ടമ്മ എന്നാ പറയുന്നത്. എയർപോർട്ടിനകത്തും ഒരു മണ്ഡപമുണ്ട്, കൽമണ്ഡപം. ഓ അവിടെ വാഹനം നിർത്തി കാണിക്ക കൊടുത്തിട്ടാണ് പോകുന്നത്. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇത് കൃത്യമായി ഒന്ന് ചോദിച്ച് അവിടുന്ന്, കാരണം പലരും പല ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പലതിനകത്തുള്ള സ്റ്റോറിയും പലതാ. അപ്പോൾ ഒതന്റിക് ആയിട്ടൊരു ആൻസർ പത്മനാഭസ്വാമിക്ക് പോകാൻ വേണ്ടിയാണ് അടച്ചിരുന്നത്. പിന്നെ കൂടെ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നവർക്കും കൂടെ പോവാം. എനിക്കൊന്ന് പ്രധാനമന്ത്രി അന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹം തോന്നുന്നു, പത്മനാഭസ്വാമി അമ്പലം ഉള്ളിടത്തോളം കാലം പ്രൊസഷൻ വേണ്ടി എയർപോർട്ട് അടച്ചിട്ട്. ഉറപ്പാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല അല്ലേ? മാറ്റമൊന്നുമില്ല. ദിവസവും പോയി തൊഴാറുണ്ടോ? ഇല്ല, ദിവസം പോകാറില്ല. പക്ഷെ ആരെങ്കിലും പോകും. ആരെങ്കിലും ഇവിടുന്ന് പോവല്ലേ? ഓക്കെ. ഇവിടെ താമസം അപ്പം എവിടെയായിട്ടാ? ഇത്ര വലിയ വീടല്ലേ? നമ്മളിങ്ങനെ അങ്ങോന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് മൈസൂർ പാലസ് ഒക്കെ വെച്ച് ഇത് ചെറിയ പാലസാണ്. നമ്മള് കേരളത്തിലുള്ളവർക്ക് നമ്മളിങ്ങനെ നോക്കി ഹിൽ പാലസ് അതുണ്ട്. അതിനെക്കാട്ടി ചെറുതാ. അതിനെക്കാട്ടി ചെറുതല്ലേ അത്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ്. നമുക്ക് ആകപ്പാട് അറിയുന്ന തുറക്കാൻ പറ്റാത്തൊരു മുറി അതായിരുന്നു പണ്ട്. എവിടെ? മണിച്ചിത്രത്താഴിലെ തെക്കിനെയാണ് നമുക്കൊക്കെ ഇത്ര നാളായിട്ട് തുറക്കാൻ പറ്റാത്തത്. പിന്നെ ബീനിലറ വന്നതോടെ മണിച്ചിത്രത്താഴിന്റെ തട്ട് താണു. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നത്. വല്യമ്മ, അമ്മ. ഇപ്പൊ ഈ ഇത്രയും ഫ്ലോറൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ. ഫസ്റ്റ് ഫ്ലോറിലായിട്ടല്ലേ? ഇത് എങ്ങനെയാ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോണത്? മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. ഇതെല്ലാം കണ്ടില്ലേ, കുമായക്കട്ട, പഴയ ഇലക്ട്രിക് വയറ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊടിഞ്ഞു വീഴും. തനിയെ വീഴുമായിരിക്കും. അപ്പോൾ പൊടിഞ്ഞു വീഴുന്ന അവിടെ നമ്മൾ തിരിച്ച് സിമെൻറ്റ് വെച്ചിട്ട് പെയിൻ്റ് അടിക്കും. അത് മൊത്തം ഒന്ന് ചിപ്പ് ചെയ്ത് പെയിൻ്റ് ചെയ്യണമെങ്കിൽ പാടാണല്ലേ? മുല്ലപ്പെരിയാർ കെട്ടിയ സെയിം ടെക്സ്ചറാണ്. ആണോ? എഗ് വൈറ്റ് ലൈം സ്റ്റോൺ. മുല്ലപ്പെരിയാർ സിമെന്റ് ഇല്ല. എന്ത് തോന്നുന്നു? മുല്ലപ്പെരിയാർ പൊട്ടു ഇല്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലേ? പെട്ടെന്ന് മുല്ലപ്പെരിയാറിനെയാണെന്ന് ഇല്ല, പഴയ സ്ട്രോങ് ആണ്. ഇടയ്ക്ക് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യില്ലേ വിദഗ്ധന്മാർ. ഇനി ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ കുഴപ്പമില്ലാന്ന് പറയരുത്. അടുത്ത ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കണം അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ. നമ്മളിങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ ഞങ്ങൾ എറണാകുളംകാരൊക്കെ നെഞ്ചത്തിടിയാ. എറണാകുളം ഒന്നാമത് കടലിന്റെ, നമുക്കൊരു മഴ പെയ്താൽ തന്നെ നമുക്ക് പ്രശ്നമുണ്ടല്ലോ, വെള്ളം കയറും. പിന്നെ നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടുവോ എന്നുള്ള പേടിയിൽ നിൽക്കുന്നത്. സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പം പൊട്ടും എന്ന് പറയുന്നത് പോലെ. മുല്ലപ്പെരിയാറും എറണാകുളം അടുത്താണോ? അല്ലല്ലോ. അല്ല, ശരിക്കും ഇടുക്കി അവിടെ നിന്നല്ല, നമുക്ക് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എത്തും എന്നാ പറയുന്നത്. ശാസ്ത്രജ്ഞർ അങ്ങനെയാണ് പറയുന്നത്. പൊട്ടില്ല. നമ്മുടെ ഇപ്പം ഭരണത്തിൽ ചില നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളവർ വെച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോൾ രാജകുടുംബത്തിൽ നിന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടും എന്നുള്ളത് ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതിലെത്ര മാത്രം യാഥാർത്ഥ്യം ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ നഗരവികസനത്തിന്റെ പദ്ധതി അനുസരിച്ച് ഇടയ്ക്ക് വന്നിരുന്നു, സർക്കാരിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിരുന്നു. ഈ പഴയ ബിൽഡിങ്സ് റിസ്റ്റോർ ചെയ്യാൻ, പിന്നെ അതൊക്കെ കുറേ പഴയ ഫോട്ടോസ് കളക്ട് ചെയ്യാനും, പിന്നെ കോട്ടക്കകത്തെ ചില കാര്യങ്ങളൊക്കെ ചിലതിനൊക്കെ വരും. അല്ലാതെ വേറെ കാര്യങ്ങളില്ല. നോക്കില്ലല്ലേ? എന്തായാലും എനിക്കറിയാം ഒരുപാട് തിരക്കുണ്ട്. രാവിലെയും സൂം മീറ്റിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഓടി വന്നാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം അങ്ങ് തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തമ്പുരാനെന്ന് വിളിച്ചതിൽ ഇതിനകത്ത് ഇനിയിപ്പോൾ ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല അല്ലേ? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കമൻറ്റ് ഇട്ടോ അല്ലേ? ഒരുപാട് നന്ദിയുണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ. ഇനി ഞങ്ങൾക്ക് വരാൻ പറ്റട്ടെ അല്ലേ? തീർച്ചയായിട്ടും. കുതിരമാളി കണ്ടിട്ടുണ്ടോ? കുതിരമാളി കണ്ടിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ് ടൂർ വന്നിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, പിന്നെ കുതിരമാളി കൊട്ടാരം, അങ്ങനെ 4ാം ക്ലാസ് ടൂർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ ഓർമ്മയുണ്ടോ 4ാം ക്ലാസ്സിൽ? അന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറെ ആമ്പിള്ളേരെ കയറ്റിയില്ല, പാൻറ് എന്തോ ഇട്ടെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറ്റി. കുതിരമാളികയില് അന്ന് ഈ സിംഹാസനം കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 സിംഹാസനം കാണിച്ച ഒരു ഗ്ലാസ് പോലത്തെ. പിന്നെ ഓർമ്മ കറക്റ്റ് അല്ലേ? ഗ്ലാസ് പോലത്തേനകത്ത് ഇങ്ങനെ രത്നങ്ങൾ. അപ്പൊ അതിങ്ങനെ അവര് വന്ന് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ അവിടെ ഒരു ചുമന്ന ഇതൊക്കെ ഉള്ള വേറൊരു സിംഹാസനം. പിന്നെ കുതിര കെട്ടുന്ന എന്തൊരു വലിയ
ഒരു ഓപ്പൺ സ്പേസ് കാണിച്ചായിരുന്നു. സ്പേസ് ഒക്കെ ഉണ്ട്. എന്റെ സൈഡിൽ കുതിരയുണ്ട്, വെളിയിൽ വെച്ചിട്ടുണ്ട്, മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അതൊക്കെയാണ്. പിന്നെ കോയിൻസ് ആണോ? കോയിൻസ്, പഴയ തോക്കൊക്കെ, അങ്ങനെ എന്തൊക്കെയോ. വാള്. 4ാം ക്ലാസ് എന്ന് പറയുമ്പോ എത്രയാ? 6-7 വയസ്സൊക്കെ എന്തൊക്കെയുള്ളെന്ന് തോന്നുന്നു. എവിടുന്നാ വന്ന്? ഞാനോ? അന്ന് സ്കൂളിൽ നിന്ന്. എവിടെയായിരുന്നു സ്കൂളോ? സ്കൂള് കരുനാഗപ്പള്ളിക്ക്. കരുനാഗപ്പള്ളി. അവിടുന്ന് വന്നില്ലേ? അതുകൊള്ളാം. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും ഒരുപാട് മാറ്റമുണ്ട് അവിടെ. മാറ്റമുണ്ടല്ലേ? ഓക്കെ. ഇത് പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ഒത്ത നേരം നിർത്തിയേക്കുന്നതല്ലേ? ഇതിന് മാറ്റമൊന്നുമില്ല. ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അത്രയും പഴക്കമുണ്ടോ? എല്ലാം ഇതൊക്കെ അന്നത്തെ തന്നെ പഴക്കമുള്ള. ഇത് വെട്ടിയാണോ? അതെ. ഇത് തുറക്കാറുണ്ടോ? നോക്കണോ? വേണ്ട. താക്കോലില്ലല്ലേ? ഓക്കെ. എനിവേ, thank you so much. All the best. Thank you. Yes! Oxygen Year End Sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.